മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പമുള്ളത് വിൻസെന്റിൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായിരിക്കുന്ന സിസ്റ്റർ ഡോക്ടർ ഡോണയാണ്. സിസ്റ്ററെ, ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂടാതെ രണ്ട് വിശിഷ്ട അതിഥികൾ കൂടി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഫാദർ ജോസ് പയ്യപ്പള്ളി CMI, അച്ഛൻ തലൂർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തു വരികയാണ്. അച്ഛ, സ്വാഗതം. ഒപ്പം മലയാറ്റൂർ കുരിശുമുടി മുൻ സ്പിരിച്വൽ ഡയറക്ടറും മൈനർ സെമിനാരി സ്പിരിച്വൽ ഡയറക്ടറും യുവജന ശുശ്രൂഷകനുമായിട്ടുള്ള ഫാദർ വക്കച്ചൻ കുമ്പയിലാണ്. അച്ഛ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഈ മാനസികാരോഗ്യ ചർച്ചയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞുപോയ എപ്പിസോഡുകളിൽ നമ്മൾ ഒരു ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡറിനെ കുറിച്ചൊക്കെ, കാരണം ഉത്കണ്ഠയുടെ ഒരു ലോകത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പം ഇതിനോട് കൂട്ടിച്ചേർത്ത് വെച്ച് പറയാൻ പറ്റുന്ന വേറൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ കൂടിയുണ്ട്. അതായത് പാനിക് അറ്റാക്ക്, പാനിക് ഡിസോർഡർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാകുമല്ലോ. അതായത് ഒരു ആങ്സൈറ്റിയുടെ, ഒരു ആശങ്കയുടെ, ഉത്കണ്ഠയുടെ ഒരു മാക്സിമം ലെവൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരാളിൽ അനുഭവവേദ്യമാകുന്നു. നമ്മൾ സാധാരണ അതിന് പറയുന്ന ഒരു അബ്രപ്റ്റ് ആയിട്ടുള്ള ഒരു മാക്സിമൈസ്ഡ് ആങ്സൈറ്റി അനുഭവിക്കുന്നു. അതൊരു ഉത്കണ്ഠ ഇങ്ങനെ നമ്മുടെ അടുക്കലേക്ക് ഉരുണ്ടുകൂടി വന്ന് ഒരു ബോംബ് പോലെ നമ്മളിൽ പൊട്ടുന്ന ഒരു അവസ്ഥ. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ പാനിക് ഡിസോർഡർ എന്നൊക്കെ പറയുന്നത്. ഈ അറ്റാക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു പേടിയുള്ളത് കൊണ്ട് ഞങ്ങൾ സൈക്കോളജിസ്റ്റ് ചിലപ്പോൾ ഇച്ചിരി മൈൽഡായിട്ടൊക്കെ ഉപയോഗിക്കും പാനിക് ഡിസോർഡർ എന്നൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിക്കുന്ന ഒരാൾക്കറിയാം അതൊരു അറ്റാക്കിന്റെ രീതിയിലാണ് അയാൾ അനുഭവിക്കുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ ഒന്ന് വ്യക്തമാക്കാം. ഓക്കെ, ഒരു കേസ് ഡയറി ഞാൻ പറയുവാണെങ്കിൽ, ഷെയർ ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാനും പ്രേക്ഷകർക്ക് അത് കൂടുതൽ മനസ്സിലാക്കാനും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. നമ്മുടെ അടുക്കൽ വന്നൊരു കേസ് തന്നെയാണ്. ഒരു ചെറുപ്പക്കാരൻ, ഏകദേശം 10-25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ബാംഗ്ലൂർ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ്. ഒരിക്കൽ അദ്ദേഹം ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിക്ക് പെട്ടെന്ന് തന്നെ പുള്ളിയുടെ ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരുന്നു. ഇങ്ങനെ നമ്മൾ പറയത്തില്ലേ, ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥയുണ്ട്, അതുപോലെ തന്നെ മരിക്കാൻ പോണത്ര രീതിയിലുള്ളൊരു ടെൻഷൻ അങ്ങ് കയറി വരുവാണ്. പാൽപിറ്റേഷൻ കൂടുന്നു, ഡ്രൈ മൗത്ത് ആവുന്നു, അതായത് വായിൽ വെള്ളം വറ്റുന്ന ഒരവസ്ഥ, കണ്ണിൽ ഇരുട്ട് കയറുന്ന ഒരവസ്ഥ, മനം പുരട്ടി വരുന്ന ഒരവസ്ഥ. ആ ഒരു സമയത്ത് വണ്ടി പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ കക്ഷി ഓർക്കുന്നത് എനിക്ക് അറ്റാക്ക് വരികയാണ്. അപ്പം എങ്ങനെയോ ഏതോ ഒരു രീതിയിൽ പുള്ളി വണ്ടി സൈഡിലേക്ക് ഒതുക്കിയിട്ടു. അപ്പം ശ്വാസം കിട്ടാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ കണ്ണ് തുറന്ന് വാ പൊളിച്ചിരിക്കുന്ന ഒരവസ്ഥ. പക്ഷേ ഒരു ലെസ് ദാൻ 5 മിനിറ്റ്സ്, ഒരു 2 to 3 മിനിറ്റ്സേ അത് നിന്നുള്ളൂ. അതിനുശേഷം ശാന്തമായി ശ്വാസം എടുക്കാനായിട്ട് തുടങ്ങി. പക്ഷേ കൈകാലുകൾ മൊത്തം വിറയ്ക്കുവാണ്, ശരീരം മൊത്തം തളർന്നു പോകുന്നൊരവസ്ഥ. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി എനിക്കെന്തോ പ്രശ്നമാണ്. അപ്പോൾ ഉടനെ കക്ഷി ഓർക്കുന്നത്, ഇപ്പം കേട്ടിട്ടുണ്ട് ചെറുപ്പക്കാർക്കും അറ്റാക്ക് വരാം, അപ്പോൾ ഇത് ഹാർട്ട് അറ്റാക്ക് ആണ് എന്നുള്ള രീതിയിൽ തന്നെ പുള്ളി പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് വിളിച്ചു, കൂട്ടുകാരനെ വിളിച്ചു, എമർജൻസി വിഭാഗത്തിലേക്ക് പുള്ളിയെ കൊണ്ടുപോവുകയാണ്. കാരണം ആൾ ഭയങ്കര സ്വെറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ തണുത്തും മരച്ച് പോകുന്ന ഒരു സ്ഥിതിയിലാണ്. നേരെ എമർജൻസിയിലേക്ക് ചെല്ലുന്നു, അവരെല്ലാ ടെസ്റ്റുകളും ചെയ്യുന്നു. സാധാരണയായിട്ട് ആ ഒരു സമയത്ത് ഒരു കാർഡിയാക് അറസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഹോസ്പിറ്റലും അങ്ങനത്തെ കേസുകൾ എടുക്കുന്നത്. പക്ഷേ ടെസ്റ്റുകളിലൊക്കെ ECGയിലൊന്നും വേരിയേഷൻസ് ഒന്നുമില്ല, തെളിയുന്നില്ല. പിന്നെ BP ഷൂട്ടപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ മറ്റൊരു ഫിസിയോളജിക്കൽ കാര്യം ഇവർക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും പുള്ളി പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം വെച്ചുകൊണ്ട് അവർക്ക് തോന്നി ഇതൊരു പ്രശ്നമാണ്, ഇതൊരു ഫിസിയോളജിക്കൽ എന്തോ ഒരു പ്രശ്നമാണ്. പെട്ടെന്ന് തന്നെ അവർ അഡ്മിറ്റാക്കി. അപ്പോൾ ഒരു 2 ദിവസമെങ്കിലും നിങ്ങൾ ഒബ്സർവേഷനിലായിരിക്കണം, എന്നാലേ ഞങ്ങൾക്ക് ബാക്കി ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഫിസിയോളജിക്കലി റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള ടെസ്റ്റുകളും ഒക്കെ ചെയ്യുന്നു. റിസൾട്ട് നോർമലാണ്, അതിൻ്റെ അകത്ത് വേരിയേഷൻസ് ഒന്നും കാണുന്നില്ല. ഒരു 2 ദിവസം കഴിഞ്ഞു പുള്ളിയെ ഡിസ്ചാർജ് ആക്കി. പക്ഷേ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അറ്റാക്ക് വന്നതിൻ്റെ, അതായത് പുള്ളി പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു സഡൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ആങ്സൈറ്റിയാണ്. ആ ആങ്സൈറ്റിയുടെ ഏറ്റവും മാക്സിമം ലെവലിൽ പുള്ളി അനുഭവിച്ചിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ ആ പേടിയിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. പേടി വിട്ടുമാറാത്തത് കൊണ്ട് തന്നെ ഓർക്കുന്നത് ഇനിയും എനിക്ക് അങ്ങനെ ഉണ്ടാകുമോ. പുള്ളിക്ക് അതുകൊണ്ട് ഒരു റൂമിൽ നിന്ന് വേറൊരു റൂമിലേക്ക് പോകാൻ പോലും പേടിയാണ്.
അതുപോലെ കാറ് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആ കാറിൽ വെച്ചാണല്ലോ ഉണ്ടായത്. പുള്ളി കാറ് കാണുമ്പോഴത്തേക്കും ടെൻഷൻ അടിക്കാനായിട്ട് തുടങ്ങുന്നു. ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നത് പോലെ, ഇങ്ങനെ നെഞ്ചൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് പോലെയൊക്കെ തോന്നിയാണ്. 2 ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടും പുള്ളിക്ക് അത്ര ഒരു ഇതാവുന്നില്ല. കാരണം കൂടുതലും പേടി ഇനിയും ഇങ്ങനെ സംഭവിക്കുമോ, ഇങ്ങനെ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഫിസിയോളജിക്കലി പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങളുടെ ഹൃദയമിടിപ്പും കാര്യങ്ങളും എല്ലാം നോർമലാണ്, പ്രശ്നമില്ല, ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്തു, അതിനൊന്നും വേരിയേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഇതിന് ശേഷം ഒരു 1 വീക്ക് കഴിഞ്ഞു. 1 വീക്ക് കഴിഞ്ഞപ്പോഴും ഇതുപോലെ പുള്ളി റൂമിലിരിക്കുവാണ്, ഉടനെ ഇതേപോലത്തെ ഒരു അറ്റാക്ക് വരുവാണ്. അപ്പോൾ ഒരു സെക്കൻഡ് എപ്പിസോഡാണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതും കൂടി അനുഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് നിക്കപ്പുറതിയില്ല. പുള്ളി പറഞ്ഞു ഓക്കെ, ബാംഗ്ലൂരായിരുന്നു, എനിക്ക് നാട്ടിലേക്ക് വരണം, വീട്ടിലേക്ക് വരണം, വീട്ടിലെല്ലാവരെയും കാണണം. അപ്പോൾ അതുവരെയും വീട്ടിലാരോടും പറഞ്ഞില്ല, കാരണം വീട്ടുകാർ പേടിക്കുമല്ലോ എന്ന് ഓർത്തിട്ട്. വീട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വരുന്ന വഴിക്കും പുള്ളിയെ പേടിയാണ്. ഞാൻ വണ്ടിക്കല്ലേ വരുന്നത്, പുള്ളി കാറിന് വന്നില്ല, ബസ്സിന് വന്നു. എങ്കിലും ഒരു പേടിയുണ്ട്. അപ്പോൾ ഈ പേടിയിൽ നടക്കുന്ന കൊണ്ട് എപ്പോഴും ഇങ്ങനെ വരുവാണോ, എനിക്ക് തല കറങ്ങുവാണോ, എൻ്റെ നെഞ്ചിടിപ്പ് ഇപ്പോൾ ശരിക്കും ഉള്ളതാണോ, അല്ലെങ്കിൽ എൻ്റെ BP കൂടുന്നുണ്ടോ എന്നൊരു ഒരു ഒരു ആങ്സൈറ്റി ഉണ്ട്, ഒരു ടെൻഷൻ ഉണ്ട് കക്ഷിക്ക്. വീട്ടിൽ വന്നതിന് ശേഷം ഇതുപോലെ ഒരു 10 ദിവസത്തിനുള്ളിൽ ഇതുപോലെ സംഭവിച്ചു. അപ്പം ഇതിൻ്റെ പേരിൽ ഓരോ പ്രാവശ്യം സംഭവിക്കുമ്പോഴും ഓരോ ഹോസ്പിറ്റലുകളായിട്ട് മാറി മാറി പോകുന്നുണ്ട്. ചെയ്ത ചെക്കപ്പ് തന്നെ പിന്നെയും ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോഴത്തേക്കും അവർ പിന്നെയും അത് തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം എന്തെല്ലാം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ അകത്ത് വലിയ മാറ്റങ്ങൾ, പ്രശ്നങ്ങളില്ല. പക്ഷേ പേടിക്കുന്നത് കൊണ്ടായിരിക്കാം ബ്ലഡ് പ്രഷർ കൂടുതലാണ് എല്ലായിടത്തും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞൊരു ഡോക്ടർ ഷോപ്പിംഗ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആശുപത്രിയിൽ നിന്ന് ആ ഹോസ്പിറ്റലിലേക്ക്, ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോഴത്തെ ഹോസ്പിറ്റലിലേക്ക് ഓരോരുത്തർ പറയുന്നതനുസരിച്ച് നവീനമായ ഉപകരണങ്ങൾ ഉള്ളിടത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഒരു ഡോക്ടർ, എന്നെ പരിചയമുള്ളൊരു ഡോക്ടർ റെഫർ ചെയ്തു. നമ്മളൊരു പണി ചെയ്യും, ഇപ്പോൾ ഫിസിയോളജിക്കലി റൂൾ ഔട്ട് ചെയ്തു, ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്ത് വേറൊരു സ്കോപ്പ് കിടക്കുന്ന ആങ്സൈറ്റി ഡിസോർഡർ ആണ്. അതിൻ്റെ അകത്തൊരു പാനിക് ഡിസോർഡർ ആകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ നിങ്ങളൊന്ന് കൺസൾട്ട് ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ആരോ പറഞ്ഞു ഇതൊരു പാനിക് ഡിസോർഡർ ആകാൻ ചാൻസ് ഉണ്ടെന്ന് ഏതൊരു ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പിന്നെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് കിട്ടി. അപ്പോൾ അവിടെ ഒരു ഇൻഫർമേഷൻ വായിക്കും, പിന്നെ പുള്ളി സെൽഫ് അനാലിസിസ് ചെയ്യും, ഇങ്ങനെ എനിക്ക് വരുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പം കൂടുതലായിട്ട് പുള്ളി സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും പേടി കൂടുകയാണ് ചെയ്തത്. കാരണം പുതിയ പുതിയ സിംറ്റംസും കൂടി പുള്ളിയിലേക്ക് തന്നെ ആട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം വന്നിരുന്നപ്പോഴേ എന്നോട് പറഞ്ഞത്, സിസ്റ്റർ എനിക്ക് പാനിക് ഡിസോർഡർ ആണ്, പാനിക് അറ്റാക്കാണ്, അപ്പം അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ എനിക്ക് പാനിക് അറ്റാക്ക് ആണെന്ന് ഞാൻ ഈ ഗൂഗിളിൽ നോക്കി കണ്ടുപിടിച്ചു. പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. കാരണം ഇതിൻ്റെ തീവ്രത സിസ്റ്ററിന് പറഞ്ഞാലൊന്നും മനസ്സിലാകത്തില്ല. ഞാൻ ആ സമയത്ത് നെഞ്ചു പൊട്ടി മരിച്ചു പോകുമെന്നാണ് എൻ്റെ വിചാരം. അപ്പം അറ്റാക്ക് വരാനുള്ള രീതിയിലാണ് എൻ്റെ ഇത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് പാനിക് ഡിസോർഡർ ആണെന്നൊന്നും എനിക്കങ്ങ് തീരുമാനിക്കാൻ പറ്റുന്നില്ല സിസ്റ്റർ എന്ന് പറഞ്ഞാണ് നമ്മുടെ ഇടയ്ക്ക് വരുന്നത്. സിസ്റ്റർ, ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, ഈ പുള്ളിക്ക് സഡൻ ആയിട്ട് വന്നൊരു കാര്യമാണ്. അപ്പൊ ഇതിന് മുമ്പ് എന്തെങ്കിലും നടന്നതിന്റെ ഒരു വിഷമം ഉള്ളിലുള്ളതുകൊണ്ടാണോ അങ്ങനെ? ഹിസ്റ്ററി ആയിട്ട് കാരണമില്ലാതെ ഇങ്ങനെ 25 വയസ്സായിട്ടും ഇങ്ങനെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ഇത് പെട്ടെന്ന് സിസ്റ്റർ പറഞ്ഞത് പെട്ടെന്ന് അങ്ങനെ അപ്രതീക്ഷിതം വരുന്നൊരു രീതിയിൽ പറഞ്ഞു. പക്ഷെ അത് അങ്ങനെ സംഭവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതം. ആങ്സൈറ്റി ഡിസോർഡർ ഡെവലപ്പ് ചെയ്ത് വന്നതായിരിക്കണം. ഇപ്പോൾ നമ്മൾ ആങ്സൈറ്റിയുടെ ഒരു പ്രോൺ കണ്ടീഷൻ അയാളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സാധാരണഗതിയിലുള്ളൊരു ആങ്സൈറ്റി എന്നുള്ള രീതിയിലേ അയാൾ അതിനെ കണ്ടിട്ടുള്ളൂ. അയാൾ പറഞ്ഞതനുസരിച്ച് സിസ്റ്റർ എനിക്ക് എല്ലാ കാര്യത്തിലും ഒരു നെർവസ്നെസ് ഉണ്ട്, പണ്ടേ തന്നെ ആൾക്ക് അങ്ങനെ ഒരു ഉണ്ട്. പക്ഷേ എന്ന് വെച്ച് ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാതെ പോവുകയോ അല്ലെങ്കിൽ ഒരു എക്സാം എഴുതാനോ ഉണ്ടാകുമ്പോഴത്തേക്ക് എനിക്ക് ടെൻഷൻ ഉണ്ടാകും. എന്നാലും ഞാനത് എങ്ങനെയെങ്കിലുമൊക്കെ ശ്വാസം എടുത്ത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചൊക്കെ ഞാനതിനെ ഓവർകം ചെയ്ത് പോകും. പക്ഷേ പൊടുന്നനെ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കത് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ട്രേറ്റ് ആങ്സൈറ്റിയുടെ സിംറ്റംസ് അവിടെ ഉണ്ട്. അതിൻ്റെ ഒരു സബ്മിറ്റാണ് ഇതല്ലേ? ഉണ്ട്. അത് പെട്ടെന്ന് ഒരു ഓൾ ഓഫ് എ സഡൻ അപ്രതീക്ഷിതമായ രീതിയിൽ ഒരാൾ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം ഇതിനെ നമ്മൾ പറയുന്നത് ഫിസിയോളജിക്കലി ചെറിയ ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ചേഞ്ച് പോലും
ഇവർ അതിനൊരു കറ്റാസ്ട്രോഫൈസ് ചെയ്ത്, അതായത് ഒരു മാരകമായൊരു പ്രശ്നമായിട്ട് ഇവർ തിരിച്ചറിയുന്നു. ഗുഡ്നസ് TV പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത. ഗുഡ്നസ് ടെലിവിഷൻ ഇനി മുതൽ സാറ്റലൈറ്റിൽ മാത്രമല്ല OTT പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ്. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ഗൂഗിൾ TVയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God. എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടാവുമ്പോഴല്ലേ സാധാരണ ഇത് സംഭവിക്കുക. പക്ഷെ ഒന്നും ഇല്ലാതെ അങ്ങനെ സംഭവിക്കുമോ മാനസിക പ്രശ്നം? ഈ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചോദിക്കുമ്പോൾ പറയണം, ഞാൻ പ്രത്യേകിച്ചൊന്നും ഓർത്തിട്ടില്ല സിസ്റ്റർ, സാധാരണ രീതിയിലുള്ളൊരു ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് നെർവസ്നെസ് ഉണ്ട് എന്നെനിക്കറിയാം. അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും വലിയ ട്രാഫിക് ബ്ലോക്കുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി ഓവർടേക്ക് ചെയ്യാനൊക്കെ പോകുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന ഒരു ഡ്രൈവറിന് ഉണ്ടാകുന്ന ഒരു ആങ്സൈറ്റി ഉണ്ടാകും. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഞാൻ ഇന്നൊരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നെന്നോ അല്ലെങ്കിൽ എനിക്ക് മറ്റു എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നെന്നോ എനിക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഉണ്ടാകാം. ഇതാണ് പാനിക് അറ്റാക്കിൻ്റെ ശരിയായൊരു ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഇത് സംഭവിക്കുന്നത്, പാനിക് അറ്റാക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പാനിക് ഡിസോർഡർ ഡയറക്റ്റ്ലി ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷനോ നോക്കി വരികയല്ല. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു കാർഡിയാക് ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ ആയിരിക്കും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എമർജൻസി വിഭാഗത്തിലേക്കൊക്കെ ആയിരിക്കും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഫിസിയോളജിക്കലി റൂൾ ഔട്ട് ചെയ്ത് അവർക്ക് ഫിസിയോളജിക്കൽ കണ്ടീഷൻ അവരുടെ ഓക്കെയാണ്, അതിൻ്റെ അകത്ത് വേറെ പ്രശ്നങ്ങളില്ല എന്ന് കണ്ടു കഴിഞ്ഞാലേ നമുക്കും ഇത് പാനിക് ഡിസോർഡർ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഫിസിയോളജിസ്റ്റിന്റെ അടുത്ത്, സാധാരണ ഡോക്ടറെ അടുത്ത് പോയിട്ട് ടെസ്റ്റുകളൊക്കെ ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമാണ് അല്ലേ? അതേ ആദ്യമേ വരത്തുള്ളൂ. ഇപ്പൊ സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അച്ഛൻ പറഞ്ഞതുപോലെ ഇങ്ങനെ വരാൻ എന്താ സാധ്യത? അത് എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോഴത്തേക്കും ഹോസ്പിറ്റലുകളിലേക്ക് എത്തുമ്പോൾ ഹോസ്പിറ്റലിൽ മറ്റ് സംവിധാനങ്ങളും അതിൻ്റെ അസസ്മെൻറ്റുകളും ടെസ്റ്റുകളും എല്ലാം കഴിഞ്ഞ് അതല്ല, അതായത് ഫിസിയോളജിക്കൽ ശാരീരികമായിട്ടുള്ളൊരു പ്രശ്നം മൂലമുണ്ടായ ഒരു കാര്യമല്ല എന്ന് റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് സൈക്കോളജിക്കൽ ഡിസോർഡർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. സഡൻ അറ്റാക്ക് പോലെ ആയിരുന്നെങ്കിലും ആ ദിവസങ്ങളിൽ അതിനോടനുബന്ധിച്ചുള്ള അസ്വസ്ഥമായ എന്തെങ്കിലും സാഹചര്യം ആ മനുഷ്യനെ അലട്ടിയിട്ടുണ്ടാകുമായിരിക്കും. കാരണം നമ്മൾ പറഞ്ഞൊരു ആങ്സൈറ്റി പ്രോണാണ്, ഒരു ട്രേറ്റ് ആങ്സൈറ്റി ഉണ്ട്. അപ്പൊ ഇത് മനസ്സിലുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടായ ചില വേരിയേഷൻസിനെ വളരെ മാക്സിമൈസ് ചെയ്ത് അത് സ്വീകരിച്ചു, അനുഭവപ്പെട്ടു. ഇപ്പൊ നമ്മളൊന്ന് ചിന്തിച്ച് നമ്മൾ ശാന്തമായിട്ടിരുന്നിട്ട് നമ്മുടെ നെഞ്ചിടിപ്പൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടപ്പേന്ന് അടിക്കുന്നത് നമ്മൾക്കൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷേ ഇതിലേക്ക് നമ്മൾ അമിതമായൊരു ശ്രദ്ധ കൊടുത്തു കഴിയുമ്പം കൃത്യമായ ഒരു ഒരു റിഥമിക്കായിട്ട് അടിക്കുന്നത് പോലെ തോന്നും. പക്ഷേ നമുക്ക് ആ ഒരു ഫിസിയോളജിക്കൽ കണ്ടീഷൻ ചേഞ്ച് ആകാത്തത് കൊണ്ടാണ് നമുക്കതൊരു അറ്റാക്ക് പോലെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത്. നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ 3-4 ഡോക്ടർമാരെ കണ്ടതിന് ശേഷമാണ് അയാളെ ഇങ്ങനെ ഇതുപോലൊരു റെഫറൽ നടത്തിയത് എന്നുള്ളത്. അത്രയെങ്കിലും ചെയ്തല്ലോ എന്ന് പറയും. പക്ഷേ ഇത് ഒരു ഡോക്ടർക്ക് തന്നെ ആരംഭത്തിൽ എല്ലാ ടെസ്റ്റുകളും നടത്തിയപ്പോൾ തന്നെ ഫസ്റ്റ് ഈ ടെസ്റ്റിൽ തന്നെ ഇതൊന്നും കാണുന്നില്ല എന്ന് കാണുമ്പോൾ പോലും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളത് സാധാരണ ഡോക്ടേഴ്സിന് അങ്ങനെ ഒരു ചിന്ത വരികയാണെങ്കിൽ ഇത് കൂടുതൽ എളുപ്പമാകുമായിരുന്നു. പക്ഷെ ഇപ്പോഴും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആരോഗ്യ മേഖലകളിൽ ഇപ്പോഴും ആ ഒരു മാനസിക ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പെട്ടെന്ന് ശ്രദ്ധ തിരിക്കുക എന്നുള്ളൊരവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വലിയൊരു പോരായ്മയായിട്ട് തോന്നുകയാണ്. ശരിക്കും റെഫർ ചെയ്യാമായിരുന്നു. അപ്പം ഇവിടെയാണ് നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഫിസിഷ്യനെ സംബന്ധിച്ച് ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഫിസിഷ്യൻ പറഞ്ഞൊരു കാര്യമാണ്, സിസ്റ്റർ ആ ഡോക്ടറാണ് എൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്തത്, പേര് പറഞ്ഞ് നമ്പർ കൊടുത്ത് വിടുവാണ് ചെയ്തത്. അപ്പം സാറ് പറയുന്നൊരു കാര്യമാണ്, സിസ്റ്റർ എനിക്കത് മനസ്സിലാകുന്നുണ്ട്, പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന പല രോഗികളുടെയും പ്രശ്നങ്ങളിൽ സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ആണുള്ളത്, സൈക്കോസൊമാറ്റിക് കാര്യങ്ങളാണുള്ളത്. പക്ഷെ നമ്മൾ അവരോട് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കിയെടുക്കാൻ, ഇപ്പം അവരോട് പറയാം ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം എന്ന് പറയുമ്പോഴത്തേക്കും ഉടനെ ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോയേക്കുന്ന രോഗികളെ വരെയും എനിക്കറിയാം. അതാണ് സ്റ്റിഗ്മ എന്ന് പറയുന്നത്. കാരണം ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകാം,
അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് തയ്യാറാകാം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അതിനെ സ്വീകരിക്കാനായിട്ടൊരു വിമുഖത വരികയാണ്. ഞാനൊരു മാനസിക രോഗിയായിട്ട് അറിയപ്പെടുമോ എന്ന് മുദ്രകുത്തപ്പെടുമോ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു വ്യക്തിയുടെ അല്ലാതെ പൊതുവെ സിസ്റ്ററിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ സിസ്റ്റർ പറയാണ് ഓക്കെ ഇങ്ങനെ ഒരു ഇതാന്ന് പറയുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? കൂടുതലും നമ്മൾ ഈ പാനിക് ഡിസോർഡറിനെ, പാനിക് അറ്റാക്കിനെ കാണുമ്പോൾ ഇവർക്ക് ഒരു പ്രാവശ്യം ഇവർ അനുഭവിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഇമോഷണൽ മെമ്മറി, ഇമോഷണൽ ഫിസിയോളജിക്കൽ സൈക്കോളജിക്കൽ മെമ്മറി അവരുടെ ശരീരത്തും മനസ്സിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും ഇങ്ങനെ ഇതുണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ടോ? അപ്പോൾ ഇവർ ഹൈപ്പർ വിജിലൻ്റ് ആണ്. ഇനി എന്തെങ്കിലും ഇപ്പോൾ വരുവാണോ, പാനിക് അറ്റാക്ക് വരുവാണോ, ഞാൻ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത്, ഞാൻ ഹോസ്പിറ്റലിൽ പോകണോ? ഇവരോട് നമ്മൾ പറയുവാണ് ഇതൊരു ഹാർട്ട് അറ്റാക്ക് പോലെ അല്ല, ഇതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്ന് നമ്മൾ റീഅഷ്യൂർ ചെയ്താലും ഇവർക്ക് എന്നാലും അണ്ടർലൈൻ ഒരു പേടിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു നിഷേധാത്മകമായ വികാരം മനസ്സിനെ എപ്പോഴും മനസ്സിലെപ്പോഴും ഉണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നമ്മളെ പിന്തുടരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ആ ഒരു നെഗറ്റീവ് ആഫ്റ്റർ ഇഫക്റ്റ്, അത് ഏറ്റവും ശക്തമായ നിഷേധാത്മക ഇഫക്റ്റ് ആയിരിക്കാം ഈ പാനിക് ഡിസോർഡർ ആയിട്ട് വരിക. കാരണം നമ്മൾ പറയേണ്ടത് ഒരു കോൺസിക്വൻസസ്, ഞാൻ അനുഭവിച്ച ഒരു ഡിസ്ട്രസ്, അതിൻ്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മയാണത്, എൻ്റെ മെമ്മറി, ഇമോഷണൽ മെമ്മറി, എൻ്റെ എക്സ്പീരിയൻഷ്യൽ മെമ്മറിയാണ്. ആ എക്സ്പീരിയൻഷ്യൽ മെമ്മറി വെച്ചുകൊണ്ട് ഞാൻ ഓർക്കുകയാണ് ഇനി എപ്പോഴാണ് വരുന്നത്, ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയല്ല, ചെറിയ രീതിയിലുള്ള ഫിസിയോളജിക്കൽ ചേഞ്ചസ് പോലും ഇവർക്കത് ഇപ്പോൾ വരുന്നുണ്ടാകും. നമ്മൾ പറയുന്ന പോലെ കാറ്റടിക്കുമ്പോഴേ മഴ വരും എന്നുള്ള രീതിയിൽ ആന്റിസിപ്പേഷനാണ് ഇവിടെ ഏറ്റവും പ്രശ്നമായിട്ടിരിക്കുന്നത്. ഈ പോകുന്ന ഈ ഒരു യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാനായിട്ട് ഇതിൽ നിന്നും പിന്മാറണമല്ലോ, ഒന്നും മാറിക്കിട്ടണമല്ലോ. അതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള 2-3 കാര്യങ്ങൾ നമ്മൾ സാധാരണയായിട്ട് ഇവർക്കൊരു സൈക്കോ എഡ്യൂക്കേഷൻ, അതായത് ഇങ്ങനൊരു ഡിസോർഡർ ഉണ്ട്, ഇപ്പം നമ്മൾ ആദ്യമേ കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടോ ഇത് ചിന്തിക്കുന്നത് പോലെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അതായത് അതിൻ്റെ ഒരു ശാസ്ത്രീയമായ വശങ്ങൾ വെച്ചുകൊണ്ട്, ഇതിൻ്റെ സ്റ്റഡീസ് വെച്ചുകൊണ്ട്, കേസ് ഹിസ്റ്ററികൾ വെച്ചുകൊണ്ട് നമ്മൾ നിരത്തുകയാണ്. ഇത് നോക്ക്, ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, ഈ ഒരു സിംറ്റംസ് കൂടുതലായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു സിംറ്റംസുമായിട്ട് കാണപ്പെടുന്ന ഈ അവസ്ഥയാണ് ഞങ്ങൾ പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത്, അല്ലെ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. അത് ഒരു മനുഷ്യന് വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രായത്തിലാണ് കൂടുതലായിട്ട് നമ്മൾ ഇതിനെ കാണുന്നത്. അതായത് നമ്മൾ അതിൻ്റെ ആ രോഗത്തിൻ്റെ വിശദാംശങ്ങൾ ഇവരോട് നമ്മൾ വിവരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പറയും ആവശ്യമില്ലാത്ത ഗൂഗിളിംഗ് സെർച്ചിലേക്ക് പോകരുത്. ശരിയാണ്, നമുക്കൊരു കാര്യം അറിയണമെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കണം, പഠിക്കണം. പക്ഷേ അമിതമായി കഴിഞ്ഞാൽ ഇത് ഇവരുടെ തലയിൽ നിന്ന് പോവില്ല. അപ്പം നമ്മളൊരു റീഅഷുറൻസ് കൊടുക്കുകയാണ്, ഞാൻ പറഞ്ഞു തരാം, ഞാനതിന് നിങ്ങൾക്ക് ഈ ഒരു ടെൻഷൻ മാറുന്ന രീതിയിൽ ഇത്രയും ഒരു അസ്വസ്ഥത അനുഭവിക്കുമ്പോഴും അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ഞാൻ പറഞ്ഞു തരാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യിപ്പിച്ച് അവരെ പരിശീലിപ്പിക്കുകയാണ്, പ്രത്യേകിച്ച് റിലാക്സേഷൻ മെത്തേഡ്സ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് അതിലേക്കൊരു വിശ്വാസം വന്ന് കിട്ടിക്കഴിഞ്ഞാൽ പതുക്കെ നമുക്കതിനെ NLPയുടെ കടന്നുപോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു 2 ടേം ഉണ്ട്, ഡിസോസിയേഷനും അസോസിയേഷൻ. അതായത് ഇപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്ന നിഷേധാത്മക വികാരം നമ്മൾ, അതായത് നെഗറ്റീവ് കാര്യം നമ്മൾ അസോസിയേറ്റ് ചെയ്തു അത് നമ്മുടേതാക്കി മാറും. അതിനെ സത്യം പറഞ്ഞാൽ ഡിസോസിയേറ്റ് ചെയ്യുക, അകലത്തിലേക്ക് കൊണ്ടുപോവുക, നമ്മൾ ഓർക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അസ്വസ്ഥപ്പെട്ട് ചിന്തിക്കാതിരിക്കുക. അങ്ങനെ ചിന്തിക്കാതിരുന്ന് അതിൽ അകലാൻ പറ്റും. അത് ഒരു ടെക്നിക്കാണ്, ഒരു തെറാപ്പി ആയിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി ഇതൊരു ഇറാഷണൽ ആയിട്ടുള്ള ഒരു ഭയം, ആ ഭയപ്പാട് എൻ്റെ ഫിസിയോളജിക്കൽ കണ്ടീഷൻ, എൻ്റെ ശാരീരിക അവസ്ഥയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മാറ്റമാണ്. ആ മാറ്റത്തെ ഞാൻ സ്വീകരിച്ചപ്പോൾ എനിക്കത് വളരെ അപകടകരമായിട്ട് തോന്നി. പക്ഷേ ശരിക്കും ഇതുപോലെ എനിക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് എല്ലാ മേഖലയിലും നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളവരെ നമുക്ക് ഇതിങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ അവരൊരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുന്നില്ല, ദൈവം എന്നെ കൈപിടിച്ച് നടത്തുന്നു എന്നുള്ളൊരു പ്രത്യാശയോടെ ദൈവവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ മനസ്സിലാക്കി കൊടുക്കുവാനും അതവനെ ആക്സെപ്റ്റ് ചെയ്യാനും അവനിൽ വലിയ മാറ്റം സംഭവിക്കാനും ഈ ദൈവത്തിലുള്ള ആശ്രയബോധവും വിശ്വാസവും വളരെയധികം സഹായിക്കും
എന്നല്ലേ എങ്ങനെ തോന്നുന്നു എനിക്ക്. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഓർക്കുന്ന ഒരു സ്ട്രെസ്സിന് നമ്മളൊരു കോപ്പിംഗ് സ്റ്റൈലാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് നമുക്കാണെങ്കിലും ഓർത്ത് നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല കോപ്പിംഗ് മെക്കാനിസംസും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ പല കോപ്പിംഗ് സ്റ്റൈലുകളും ഉപയോഗിക്കുന്നു. അതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കോപ്പിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ദൈവാശ്രയ ബോധമാണ്. ഒരു ആത്മീയതയിലേക്ക് ഉണരുന്നതാണ്. ഒരു റിലാക്സേഷൻ ടെക്നിക്സ് ഉദ്ദേശിച്ചതൊക്കെ തന്നെ അത് ആ ലെവലിലേക്ക് തന്നെ പോകുന്നത്. റിലാക്സേഷൻ നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് നമ്മൾ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ബോഡിയെ തന്നെ നമ്മൾ കാമാക്കുന്നത് അല്ലെങ്കിൽ ദൈവിക തലത്തിലേക്ക് പോകുന്നതാണ് ദൈവാശ്രയ ബോധം. ദൈവാശ്രയ ബോധം എന്ന് വെച്ചാൽ ഒരു ചിന്താതലമാണത്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം അറിഞ്ഞുകൊണ്ടേ സംഭവിക്കത്തുള്ളൂ. പിന്നെ ദൈവാശ്രയ ബോധവുമുണ്ട്. അതോടൊപ്പം തന്നെ ദൈവമാണ് എനിക്ക് ഇങ്ങനെ ഇപ്പോൾ ഒരു തെറാപ്പിസ്റ്റിനെ കാണാൻ പറ്റി, അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെ കാണാൻ പറ്റി, അവരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു അഷ്വറൻസ് കിട്ടുവാണ്. ഓക്കെ, എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ട്രസ്റ്റ്, ദൈവത്തിലേക്ക് ആ ട്രസ്റ്റ് കൊടുക്കാൻ, തന്നിലേക്ക് തന്നെ ആ ട്രസ്റ്റ് കൊടുക്കാൻ, എന്നെ ചികിത്സിക്കുന്നവരിലേക്ക് ആ ട്രസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കുമ്പോഴൊക്കെ അവിടെ ശരിക്കുള്ള ഒരു നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവുകയാണ്. സിസ്റ്റർ, ഇപ്പൊ പാനിക് അറ്റാക്ക് ഒരു പക്ഷേ ഈ ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ മറ്റുള്ള രോഗങ്ങളിലേക്ക് കടക്കാനായിട്ട് വരാറുണ്ടോ? ചാൻസ് ഉണ്ടോ? ഇപ്പൊ നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, അമിതമായിട്ട് ഉത്കണ്ഠ, ഈ ഉത്കണ്ഠ തന്നെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ, നമ്മുടെ ശ്വാസസംബന്ധമായ സിസ്റ്റത്തെ, അതുപോലെ തന്നെ ഗ്യാസ്ട്രോളജി സിസ്റ്റത്തെ, ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തെ, റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ എല്ലാം ബാധിക്കുന്നുണ്ട്. കാരണം ആ സ്ട്രെസ്സിലും ആങ്സൈറ്റിയിലും ഉണ്ടാകുന്ന ചേഞ്ചസ് അത് നമ്മുടെ ശരീരത്തെ ആകമാനം ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർക്ക് കൂടുതലും ഒരു ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ പ്രോബ്ലംസ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം നമ്മൾ എപ്പോഴും ഇത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ബോഡി ഹൈപ്പർ വിജിലൻ്റ് ആണ്. നമ്മുടെ ഹോർമോണൽ അതിൻ്റെ ഒരു റിഥമിക്കായിട്ട് അതിനെ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം ഇതെല്ലാം പിന്നീട്, അതായത് ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് ഫിസിയോളജിക്കലി ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി ഇതിനെ വച്ചുകൊണ്ടിരുന്ന് വഷളാക്കരുതെന്ന് പറയുന്നത്. കാരണം ഒരു മെഡിക്കൽ ടൈമിൽ നമ്മൾ ഈ ആങ്സൈറ്റി കുറയ്ക്കാനുള്ള മരുന്നുകളോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ കൊടുക്കുമ്പോഴും ഇവർക്ക് ആ ഒരു സ്വസ്ഥത അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിലോ, നമ്മൾ പറഞ്ഞ കേസിൽ എനിക്കൊരു സൈക്കാട്രിസ്റ്റിൻ്റെയും കൂടി സഹായം വേണ്ടി വന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ ആങ്സൈറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം നിൽക്കുവാണ്. അപ്പോൾ ആ ആങ്സൈറ്റി ലെവൽ നമുക്ക് പതുക്കെ കുറച്ചുകൊണ്ട് വേണം റിലാക്സേഷൻ മെത്തേഡ്സും അല്ലെങ്കിൽ മറ്റു തെറാപ്പി കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടി. അതിന് മരുന്നുകൾ കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പോൾ ആങ്സൈറ്റീസും കൂടി നമ്മൾ കൊടുത്തുകൊണ്ടാണ് ഈ പാനിക്. ഇങ്ങനെ പ്രത്യേക പലപ്പോഴും ഈ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തുള്ള മരുന്ന് കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് ഭയങ്കര ഡോസ് ഉള്ളതാണ്, ഉറക്കഗുളിക പോലെയുള്ള മനുഷ്യനെ മയക്കിക്കെടുത്തുന്നതാണ്, അത് മനുഷ്യന് ഭയങ്കര ഉപദ്രവം ഉണ്ടാക്കുന്നതാണ് ഭാവിയിൽ. അങ്ങനെ എപ്പോഴും ആൾക്കാർ പലരും അങ്ങനെ വിധത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെയൊക്കെ മരുന്ന് കൊടുക്കുമ്പോൾ അത് ആ വ്യക്തിയെ ആ വിധത്തിൽ ബാധിക്കുമോ? ഒരു ആളെ ആക്ടിവിറ്റീസിനൊക്കെ മയക്കുന്ന രീതിയിൽ പിന്നീടും അത് ആ ജീവിതത്തിൽ അങ്ങനെ ആ പ്രശ്നങ്ങളിലേക്ക് കൂടി ഉണ്ടാവുന്ന വിധത്തിൽ നമുക്കതിനെ അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. അതൊരു മിത്താണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കാട്രി മരുന്നുകളെല്ലാം എല്ലാവരെയും തളർത്തിക്കിടത്തുന്നതാണ്, അല്ലെങ്കിൽ അവർക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു പ്രാവശ്യം അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിർത്താൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ ഒരു മിത്താണ്, അന്ധവിശ്വാസമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നമുക്ക് നല്ല സ്മൂത്തനിങ് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ചില സമയങ്ങളിൽ ചിലപ്പം ആൻറ്റി ഡിപ്രസൻറ്റ് വേണമെന്നിരിക്കാം, ചിലപ്പോൾ ആങ്സൈറ്റീസ് വേണമെന്നിരിക്കാം. അപ്പോൾ അത് എന്താണ് എന്ന് കണ്ടെത്തിയിട്ട് അതിന് ആ രോഗത്തിനുള്ള ലക്ഷണത്തിന് അല്ലെങ്കിൽ രോഗലക്ഷണത്തിനുള്ള മരുന്നുകൾ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഇനി അതോടൊപ്പം ഇപ്പം നമ്മൾ ഒരു മാനസികാരോഗ്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഹോളിസ്റ്റിക് മെത്തേഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്നുകൾ മാത്രമല്ല, നമ്മുടെ മനസ്സിന് വേണ്ടത് മരുന്നുകളെ മാത്രമല്ല. അപ്പം മരുന്നിനോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള ആ ഒരു ആരോഗ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്ന തെറാപ്പികൾ, ചികിത്സാവിധികൾ, അതും കൂടി നമുക്ക് ആവശ്യമാണ്. സിസ്റ്റർ സൂചിപ്പിച്ച റിലാക്സേഷൻ മെത്തേഡുകളൊക്കെ അല്ലേ സൂചിപ്പിക്കും? അതെ അതെ, അതുപോലെ തെറാപ്പികളൊക്കെ ഉണ്ട്. കാരണം ഈ ആങ്സൈറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് നമ്മുടെ കോഗ്നിഷനിലെ പല കോഗ്നേറ്റീവ് എറേഴ്സ് ആണ്. അതായത് ബയാസ്ഡ് ആയിട്ടുള്ള കുറച്ച് ചിന്തകളുണ്ട്. നമ്മൾ അതിന് നമ്മുടെ ചിന്തകളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെന്ന് പറയും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ മാറ്റണമെങ്കിൽ CBT പോലെയുള്ള കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലെയുള്ള
മെത്തേഡുകൾ അവിടെ ഉപയോഗിക്കണം. ഇപ്പം നമുക്കൊരിക്കലും ഒരു പാനിക് ഡിസോർഡറിന് ഇന്ന ചികിത്സാവിധികളാണ് എന്ന് പറഞ്ഞ് നമുക്കതിനെ അടച്ചു വെക്കാൻ പറ്റില്ല. ഒരു വ്യക്തിയാണ് നമ്മൾ ചികിത്സിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയെ ചികിത്സിക്കുമ്പോൾ അയാളുടെ രോഗലക്ഷണങ്ങൾ, അയാളുടെ ഏജ് ഫാക്ടർ, അയാളുടെ ഫാമിലി കണ്ടീഷൻ, അയാളുടെ എഡ്യൂക്കേഷൻ, അയാളുടെ സൊസൈറ്റി, കൾച്ചർ, ഇതിനെ എല്ലാം കൂടി സമഗ്രമായിട്ട് സമ്മേളിപ്പിച്ചുകൊണ്ട് വേണം, അല്ലെങ്കിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന രീതിയിലാണ് അയാൾക്ക് നമ്മൾ തെറാപ്പി കൊടുക്കേണ്ടത്. ഈശോ എന്ത് മനോഹരമായിട്ടാണ് പറഞ്ഞതെന്ന് തോന്നുന്നത്. ആകാശത്തിലെ പറവകളെയും വയലിലെ ലില്ലികളെയും നോക്കുവിൻ, എന്നിട്ട് മനസ്സൊക്കെ ശാന്തമാക്കി ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ഇങ്ങനെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെ ജീവിക്കണമെന്ന് ഒരു സൂചന എന്ത് മനോഹരമായിട്ടാണ് നൽകുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുപോലെ മനോഹരമായിട്ട്, ശാന്തമായിട്ട്, സമാധാനത്തിൽ, സന്തോഷത്തോടു കൂടി പോകുവാനുള്ള ഒരു ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്കറിയില്ല, ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഇതുപോലെയുള്ള ശാരീരിക മാനസിക പ്രശ്നങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തെ താളം കെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ താളം തെറ്റിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ താളം തെറ്റി കിടക്കുമ്പോൾ അത് അങ്ങ് വരെ താളം തെറ്റി പോകുന്നു എന്നല്ല ചിന്തിക്കേണ്ടത്. ആ താളത്തിലേക്ക്, ക്രമത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒത്തിരിയേറെ മാർഗങ്ങളുണ്ട്. അതിനെ ഉപയോഗിക്കുക. അതിനെതിരെ നമ്മളിങ്ങനെ കണ്ണടച്ച് അല്ലെങ്കിൽ ചില നമ്മുടേതായിട്ടുള്ള ഇടുങ്ങിയ ചിന്താഗതികളിൽ നിൽക്കുകയല്ല വേണ്ടത്. കാരണം ശാസ്ത്രീയമായ തെളിയിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്, അവിടെ ഉപയോഗപ്പെടുത്തുക. അവിടെ നമുക്ക് വേണ്ടത് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുമിപ്പിച്ച് നിർത്തുന്ന നല്ലൊരു കണ്ടീഷനാണ്. അപ്പോൾ ഇവിടെ ഒരു ഫാമിലിയുടെ അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഏറെ ആവശ്യമാണ്. നമ്മുടെ ഗ്രാമാന്തരീക്ഷങ്ങളിലോ നഗരങ്ങളിലോ പോലും ഇത് എവിടെ സമീപിക്കണമെന്ന് അറിയാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ അവർക്ക് നല്ലൊരു എൽഡറോ നല്ല ഗുരുക്കന്മാരോ അല്ലെങ്കിൽ സമീപിക്കാവുന്ന ഇടങ്ങൾ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാൽ തന്നെ അവരുടെ ഒരു സൗഖ്യത്തിനുള്ള മാർഗം തുറക്കും. അതെ, തീർച്ചയായിട്ടും നമ്മുടെ ഈ മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടി നമ്മുടെ ഗുഡ്നസ് ടിവിയിലൂടെ, ഗുഡ്നസ് ചാനലിലൂടെ കടന്നു വന്നപ്പോഴത്തേക്ക് ഒത്തിരിയേറെ പ്രേക്ഷകർ ഇതിനോട് ഒരു വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. കാരണം എനിക്ക് തന്നെ എത്രയോ ഫോൺ കോളുകൾ ലഭിക്കുന്നു, സിസ്റ്റർ ഇപ്പോഴായി കാര്യങ്ങളൊക്കെ മനസ്സിലായത്, ഓക്കെ ഞങ്ങൾക്കും ഇത് സ്വീകാര്യമാണെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഈ പരിപാടി സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക്, സാധാരണ മനുഷ്യരുടെ ബോധ മനസ്സിലേക്കും അവരുടെ ജീവിതത്തിലേക്കും ഒരു പ്രതീക്ഷ ഉണർത്തുന്നതാണ് എന്നറിയുന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന 3 പേർക്കും ഒത്തിരി നന്ദി. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.